അങ്ങനെ ഇന്നത്തെ നൈറ്റൊക്കെ കഴിഞ്ഞിട്ടേ പതുക്കെ അങ്ങ് പോവാം. അപ്പോൾ എല്ലാ ദിവസവും ട്രെയിനും ക്യാബിനൊക്കെ അല്ലേ, ട്യൂബിനൊക്കെ അല്ലേ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു, പാർട്ട് ടൈമിന് പൊയ്ക്കൊണ്ടിരുന്നു, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇന്നൊരു ദിവസം വെറൈറ്റിക്ക് ബസ്സിന് കയറിപ്പോയില്ല. അതാകുമ്പോൾ ഒന്നിനും ലാഭം, പൈസ പറഞ്ഞുകൊണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇസ്മി ഷാരോൺ, വെൽക്കം ടു ഷാരോൺ. ഇവിടെ ചില സമയങ്ങളിൽ ട്യൂബിന് പോകുന്നേക്കാളും, അതായത് ട്രെയിനിന് പോകുന്നേക്കാളും പൈസ ചിലവ് കുറവുണ്ട് നമ്മൾ ബസ്സിന് പോകുമ്പോൾ. പക്ഷേ കുറച്ചുകൂടി നേരെ എടുക്കുമെന്ന് മാത്രമേ, അവേഴ്സ് കൂടുമെന്ന് മാത്രമേ നമ്മൾ തരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഏകദേശം ഇവിടെ അടുത്ത് സ്റ്റോപ്പ് അങ്ങോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറി പോകണം. 184 ദിവസം ബസ് നമ്പർ. അപ്പം നമുക്ക് ബസ് തപ്പി പിടിച്ച് അതേ കയറി പോകാം. ഞാൻ സ്റ്റോപ്പിൽ ചെല്ലുന്ന മുമ്പ് തന്നെ ബസ് വന്നതുകൊണ്ട് ബസ്സിൻ്റെ വീട്ടിലെടുക്കാൻ പറ്റിയിട്ടിപ്പോൾ. കാരണം പെട്ടെന്ന് ചാടി അകത്ത് കയറിയില്ലെങ്കിൽ അവർ അവർ നമ്മളെ കയറ്റാതെ പോകും. നമുക്ക് അടുത്ത വണ്ടി വരെ അവിടെ തണുത്ത് കുറച്ച് നിൽക്കേണ്ടി വരും. നമുക്ക് ഇവിടുന്ന് 24 സ്റ്റോപ്പാണ്. 24ാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങുന്നത്. ഒന്നും ആയില്ല, 2 സ്റ്റോപ്പ് സമയം. ഇവിടെ ഓരോ ബസ് സ്റ്റാൻഡിലും അവിടെ ഏതൊക്കെ ബസ് നിർത്തുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നമ്പറുള്ള ബസ്സുകൾ മാത്രം അവിടെ നിർത്തുള്ളൂ. അല്ല നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ബസ്സും ഒന്ന് നിർത്തുമെന്ന് വിചാരിച്ച് കയറി നിൽക്കും. ചില ബസ് ഒന്ന് ചവിട്ടിയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ഞാൻ ടൈം. ബസ് ഇറങ്ങി അല്ലേ. ഈ കിടക്കുന്ന ബസ്സല്ലാണ് നമ്മൾ ആദ്യം കയറിയപ്പം എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പേഴ്സ് എടുത്ത് വന്നപ്പോൾ തന്നെ വണ്ടി വന്നു, ഫോൺ എടുക്കാൻ പറ്റിയില്ല. താഴ്ത്തായിട്ട് കയറി വന്നു. അടുത്ത ബസ് നോക്കിയിരിക്കണം. ബസ് വരാൻ 11 മിനിറ്റ് എടുക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ സ്റ്റോപ്പിലും ഓരോ ഇത് കാണിക്കുന്നുണ്ടെന്ന്. ഏതൊക്കെ ബസ്സാണ് ഞാൻ കാണിച്ചുതരാം. ഇത് ഓരോ ബസ് സ്റ്റോപ്പിലും ഇതുപോലെ ഓരോ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നമ്പർ ബസ്സാണ് നിർത്തുന്നത് എന്ന് അതിൽ കാണിക്കും. ഇവിടെ ഇപ്പോൾ 34, നമുക്ക് പോകേണ്ട SL1 അത് വരാൻ 11 മിനിറ്റും കൂടി ഉണ്ട്. അതുവരെ കാത്തിരിക്കണം. ഡിസംബർ കഴിഞ്ഞാലെങ്കിൽ തണുപ്പ് പറയുന്നു വിചാരിച്ചു. ഡിസംബർ കഴിഞ്ഞപ്പോൾ തണുപ്പ് കൂടുക. ബസ് വരുന്നത് നോക്കിയിരുന്ന അവസാനം ഞാൻ ഇവിടെ പോയി സാധനം. അങ്ങനെ നമുക്ക് പോകേണ്ട ബസ് വരുന്നുണ്ട്. ഇതല്ല കേട്ടോ, എൻ്റെ പുറകിലൊരു 2 നല്ല ബസ് വരുന്നതാണോ, അതിലാണ് നമുക്ക് പോകേണ്ടത്. SL1 ഇതാണ് നമുക്ക് കാർഡൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കാം. അങ്ങോട്ട് തന്നെ പോകുന്നതായിരിക്കും. ഇവിടെയുള്ള മിക്ക ബസ്സുകളിലും ചാർജിങ് പോയിന്റ് ഉണ്ട് കേട്ടോ. ഇതേണ്ട പറഞ്ഞണം. പിന്നെ അറിയാലോ, പറഞ്ഞു തരുന്ന കാര്യമില്ല. ഇവിടെയുള്ള ബസ്സുകളിലൊന്നും കണ്ടക്ടറും കിളിയൊന്നുമില്ല. നമ്മൾ തന്നെയാണ് കിളി. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ ഇറങ്ങണം. എങ്ങനെയാണെന്നല്ലേ. ഇവിടെ ഓരോ സീറ്റിൻ്റെ പുറകിൽ ഇതുപോലെ ഓരോ സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്റ്റേഷൻ്റെ വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ സ്റ്റോപ്പ് ബട്ടൺ അടിച്ച് കഴിയുമ്പോഴത്തേനും അവിടെ പണി ഇരിക്കും. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ആൾ ഇറങ്ങാണ്ടത് പുള്ളിക്ക് മനസ്സിലാവും, ഡ്രൈവർ മനസ്സിലാവും. അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴത്തേനും വണ്ടി തർക്കം ചടയും. 10 നേരം നിർത്തിക്കൊണ്ടിരിക്കുകയില്ല, 5-10 മിനിറ്റ് ഇരിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ എവിടെ നോക്കിയാലും മൊത്തം ലക്ഷറി വണ്ടികളുടെ പരിപാടിയുള്ളൂ. കാരണം അത്ര വിലയുള്ളൂ കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആ വിലയ്ക്ക് അനുസരിച്ച് നമ്മൾ സാധനം മേടിച്ചാലും നോക്കുന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ കോടിക്കണക്കിന് പൈസ മേടിച്ചാലും സ്വന്തം മക്കളെ പോലെയാണ് എല്ലാവരും കാറ് പോകുന്നത്. ഇവിടെ ഉള്ളവർക്ക് ആ ചിന്ത പോലുമില്ല. ചിലർ മാത്രം പുല്ലോട് നോക്കുന്നത് കാണും. ബാക്കിയുള്ളവർക്ക് മേടിച്ചതിൻ്റെ അടുത്ത ദിവസം പൊടിയും പിടിച്ച് മഞ്ഞും പിടിച്ച് കിടക്കുന്നത് കാണും. അങ്ങനെ നമ്മൾ 2ാമത്തെ ബസ് ഇറങ്ങി. കുറേ കിടക്കുന്ന ബസ് വന്നു. അതാണ് ഞാൻ നോക്കിപ്പോയതാ. ഇപ്പോൾ നടക്കണം മുമ്പോട്ട്. അപ്പം നടക്കുക, അതിനെന്താ ചെയ്യുക. ഞാൻ ബസ് സ്റ്റോപ്പ് തപ്പി എവിടെ വരെ പോകണം.
ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാ നമ്മുടെ നാട്ടിലെ ബസ് യാത്ര സുഖം കേട്ടോ. നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് കണ്ട കുന്നം മലയൊക്കെ കയറി പോകുന്ന സുഖമൊന്നും ഈ 2-4 ബസ്സിലൊന്ന് കയറി പോയാൽ കിട്ടിയതുണ്ടെങ്കിൽ ഇത് ചുമ്മാ ആമ വലിഞ്ഞ പോലെ ബസ്സിനകത്ത് കയറി എല്ലാവരും ഭയങ്കര സൈലൻറ്റ്. അങ്ങനൊന്നുമല്ല, അടിപൊളി പാട്ടൊക്കെ വെച്ച് നടക്കുന്നത് എനിക്ക്. അങ്ങനെ നടന്ന് അവസാനം ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച്. ഏതാ നല്ല താടെ നിൽക്കുന്ന കാണുന്നതാണ് നമുക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ്. അവിടെ വരും ബസ്. ഏതാ ബസ് നമ്പർ നോക്കണല്ലോ അല്ലേ. ഇറങ്ങി തിരിഞ്ഞ അവസാനം നമ്മൾ വീണ്ടും മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഫോൺ ഓഫായി പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ വിസ്മയ ഷാരോ. വീണ്ടും കാണുന്നവരെ ബൈ ടാറ്റ.